പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, ചോദ്യങ്ങൾ ഉയർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്, വിമർശന ബുദ്ധി വളർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ശാസ്ത്രമേള വിമർശന ബുദ്ധി വളർത്താൻ അനേകം ചോദ്യങ്ങൾ സാമൂഹ്യശാസ്ത്രം IT വൊക്കേഷണൽ എന്നിവ ഉൾപ്പെടെ 7 വ്യത്യസ്ത മേഖലകളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഈ മഹാമേള കേവലം ഒരു മത്സരവേദിയല്ല, മറിച്ച് വിശകലമായ ഒരു വിജ്ഞാനോത്സവമാണ്. നമ്മുടെ 51ാം ശാസ്ത്രമേളയിൽ ലോകത്തിൻ്റെ നന്മയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്നറിയാവുന്നത് മാനവരാശിയിലെ മഹാഭൂരിപക്ഷം. മാനവ സമൂഹത്തിൻ്റെ മുന്നേറ്റം എല്ലാ ചുവടുകൾക്കും ശാസ്ത്രചിന്തകൾ എത്രത്തോളം നമ്മളെ സഹായിച്ചിട്ടുണ്ടോ അത്രമാത്രം പ്രാധാന്യത്തിൽ ഏകകാല ലോകത്തിൻ്റെ മനുഷ്യ നന്മയ്ക്ക് ഈ ശാസ്ത്ര അറിവുകൾ കണ്ടെത്താനിരിക്കുന്ന പുതിയ സത്യങ്ങളെ തേടിയുള്ള യാത്രയ്ക്ക് ഒരു തലമുറ നേടുന്ന ആവേശകരമായ സ്വീകരണമായി ഈ ശാസ്ത്രമായി പരിശ്രമത്തിൽ ഇടപെട്ട് എന്ന് ആശിച്ചുകൊണ്ട് എല്ലാ ആശംസകളും ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു, രാഹുൽ മാമുൻകൂട്ട് MLA എന്നുള്ള നിലയിൽ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയൊന്നും ചെറുക്കുന്നില്ല, ഞങ്ങൾ തടയുന്നില്ല എന്ന് മാത്രമല്ല. സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ ഞാനാണ് പോയിരുന്നത്. അതിനു മുമ്പ് അയാൾക്കെതിരായിട്ട് ഞാൻ ഒക്കെ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ അദ്ദേഹത്തിന് MLA എന്നുള്ള നിലയിൽ അയാളെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അയാളുടെ മണ്ഡലത്തിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അയാളെ ഇപ്പോൾ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടില്ല, അയാൾ ഏതെങ്കിലും കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഒരു പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം പ്രത്യേക CPMൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ബോധമുള്ള ഒരു വ്യക്തിയെ നമ്മളെങ്ങനെയാണ് മാറ്റി നിർത്തുന്നത്? അത് ഞങ്ങളുടെ സംസ്കാരമല്ല. ഇപ്പോൾ കോൺഗ്രസ് UDFകാർ ഈ കഴിഞ്ഞ 4 വർഷക്കാലമായി എത്ര മന്ത്രിമാർ രാജിവെക്കാൻ വേണ്ടി പറഞ്ഞു? അങ്ങനെ രാജിവെക്കാൻ പറഞ്ഞത് ശരിയാണ്? ഇപ്പോൾ വാസവനാണ് ഇപ്പോൾ രാജിവെക്കേണ്ടത്. വാസവനാണോ സ്വർണ്ണ പാളി കെട്ടുകൊണ്ട് പോയത്? വാസവനാണെന്ന് മന്ത്രിയായിരുന്നു. വാസവൻ അതിൽ എന്തെങ്കിലും കാര്യത്തിൽ ബന്ധമുണ്ടോ? ഇപ്പോൾ എൻ്റെ ഒരു നിയമസഭയിലൊരു കേസുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആളുകളൊക്കെ മറന്നു തുടങ്ങി. എന്നാലും ഞാൻ പറയുക, ആ വിഷയത്തിൽ കോടതി ജാമ്യം തന്നു. പിന്നെ ഇത് കേസ് റദ്ദിയാത്തതിൻ്റെ പേരിൽ ഞാൻ ആ നിയമസഭയിൽ വന്നപ്പോൾ ഞാൻ രാജിവെക്കണമെന്ന് ഏതാണ്ട് കുറേ ദിവസം അത് അതിനെ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞിരുന്നു. ഞങ്ങൾ ആ ജാതി രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരല്ല. ജനാധിപത്യ ബോധപൂർവ്വം ഏതെങ്കിലും ഒരു വ്യക്തിയെ പിന്നെ അവസരം എന്നതുകൊണ്ട് ചവിട്ടി തേച്ച് റെഡിയാക്കുന്ന ഒരു സഭ എടുക്കുന്നില്ല. UDF എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. മുഖ്യമന്ത്രി ആയിരുന്നാലും ഞങ്ങളുടെ മന്ത്രിമാരായിരുന്നാലും ഗവൺമെൻറ്റിനെതിരായും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്തരം ജനാധിപത്യ വിരുദ്ധ നിലപാടാണ്. ഞങ്ങൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. എന്നാൽ ശരിയായ രീതിയിൽ കുറ്റക്കാരനാണെങ്കിൽ അതിലൊരു വിട്ടുവീഴ്ചയും ഞങ്ങൾ കാണിക്കുന്ന പ്രശ്നവുമില്ല. പങ്കെടുക്കാം എന്നുള്ളതേ ഉള്ളൂ. അതിനൊരു പിന്നെ അയാൾ MLA ആണല്ലോ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.